സമയത്ത് നിന്നെ വിട്ട് ഞാൻ പോകുന്നത് എങ്ങനെ? സാരമില്ല, മീനാക്ഷി കൂട്ടിനുണ്ട്. പ്രസവം ഏത് സമയത്തും നടക്കുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇല്ല, ഒന്നും സംഭവിക്കില്ല. പോയി വരുന്നത് വരെ ഞാൻ പ്രസവിക്കില്ല. പോകാനും വരാനും കാശ് കുറെ ആകുമല്ലോ. പണം ഉണ്ടല്ലോ. പ്രസവ ചെലവിലേക്ക് വെച്ചിരിക്കുന്നതല്ലേ, അതെടുത്ത് ചെലവാക്കണം. പ്രസവം എങ്ങനെയും നടക്കും. അതിനുള്ള കാശും സമയത്തുണ്ടാകും. മിനിയുടെ കാര്യത്തിന് കാലതാമസം പാടില്ല. അതുകൊണ്ട് ആ പണമെടുത്ത് പോയിട്ട് വരൂ. എനിക്കറിയാം അമ്മയുടെ മനസ്സ്. ഈ മനസ്സ് നിറയെ മിനി മാത്രമാണിപ്പോൾ. മിനി എന്റെ മകൾ, എന്റെ മകൾ. പക്ഷേ അവൾ എന്റെ മകളല്ലെന്നാണ് അവളുടെ അമ്മ ഒരിക്കൽ പറഞ്ഞത്. ആ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ? പറയൂ, അത് വിശ്വസിക്കുന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ രീതി പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭേദമായിരുന്നു. നിങ്ങൾക്കത് സാധിക്കുമോ? നിങ്ങളുടെ കുട്ടിയെ അല്ലെങ്കിൽ പോലും നിങ്ങളിന്ന് വേദനിക്കില്ലേ? ആ കുട്ടിയെ ലാളിച്ച് നെഞ്ചിലിട്ട് വളർത്തിയ ആ വർഷങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ ഒക്കുമോ? ആ ഓമന മുഖവും ആ കുസൃതികളും ആ പഴയ കൊഞ്ചലുകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുമോ? എന്ത് വിശ്വസിച്ചാലും മിനിയുടെ കുട്ടിക്കാലം മുഴുവൻ അവളുടെ അമ്മയോട് ഉള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം നിങ്ങളോടായിരുന്നില്ലേ? ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ എന്നോട് തിരിച്ചു ചോദിക്കാനാണ്. ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അവളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തിന്? അവളുടെ അമ്മയിൽ നിന്നും രക്ഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ അവളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മിനിക്കറിഞ്ഞുകൂടെ? ഞാൻ അവളെ രതിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. അല്ലാതെ അന്ന് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? എനിക്ക് അവളെ പോറ്റാൻ കഴിവില്ലായിരുന്നു. എന്നാലും ഞാനൊരു ഭീരുവല്ലായിരുന്നുവെങ്കിൽ എനിക്ക് അവളെ വിട്ടുകൊടുക്കാതിരിക്കാമായിരുന്നു. അതിന് കോടതി കൂടി സമ്മതിക്കണ്ടേ? രതി ഒരിക്കലും എന്റെ മകളെ സ്നേഹിച്ചിരുന്നില്ല. അവൾ ആരെയെങ്കിലും സ്നേഹിച്ചിരുന്നുവെങ്കിൽ അത് അവളെ മാത്രമായിരുന്നു. അന്നും ഇന്നും അവൾക്ക് തോന്നുമ്പോൾ മോളെ മോളെ എന്ന് വിളിക്കും. കവളത്തും തട്ടും. അടുത്ത നിമിഷം ആയിരടുത്തേക്ക് പറഞ്ഞയക്കും. അപ്പോഴൊക്കെ എന്റെ മിനിയുടെ മുഖത്തുണ്ടാകുന്ന ദുഃഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒരിക്കലും അവൾ അവളുടെ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് പ്രയോജനം? ഉടനെ പുറപ്പെടണം. പോയി അവളെ രക്ഷിക്കാൻ ഒക്കുമോ എന്ന് നോക്കണം. രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊരു ആപത്തിൽ ഒരച്ഛൻ ചെയ്യുന്നത് ആ കുട്ടിക്ക് വലിയ ആശ്വാസമായിരിക്കും. ശരി, ഞാൻ ഉടനെ പോകാം. അങ്ങനെ അത് സംഭവിച്ചു. മനഃപൂർവ്വമല്ല. മനഃപൂർവ്വമായാലും അല്ലെങ്കിലും ഒരാൾ കൊല ചെയ്യപ്പെട്ടിരിക്കുക. അപ്പൊ പിന്നെ നിയമപ്രകാരമുള്ള നടപടികളെല്ലാം ഉണ്ടാവും. മോള് മൈൻഡറായതുകൊണ്ടും മനഃപൂർവ്വം കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അല്ലാത്തതുകൊണ്ടും കോടതിക്ക് മോളോട് ദയ തോന്നിയേക്കാം. ഗോപി മിനിയെ ഉപദ്രവിക്കാൻ വന്നു എന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുമായിരുന്നു സ്ഥിതിയെങ്കിൽ കേസിനെ പറ്റി എനിക്ക് ഒരു ഭയവുമില്ല. ഞാനത് പറഞ്ഞില്ലേ, ഗോപിച്ചേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടേയില്ല. ഗോപിച്ചേട്ടനെ പറ്റി അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം എന്ത് ലാഭത്തിനായാലും ഞാൻ പറയുകയുമില്ല. കള്ളം പറയണമെന്ന് ഞാൻ മോളോട് ഒരിക്കലും പറയില്ല. സത്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ സത്യം പറയുമ്പോ ഒന്നും ഒളിക്കരുത്. മുഴുവൻ സത്യവും പറയണം. ഞാനൊന്ന് വെറുതെ ചോദിച്ചോട്ടെ? എന്താ? ഇതേ കൃത്യം മമ്മി ചെയ്താൽ എന്താണ് കേസ്? കൊലപാതകം. ശിക്ഷ? കടുത്ത ശിക്ഷയായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം. അപ്പോ ഞാനായത് എത്രയോ ഭേദം. മമ്മി പറഞ്ഞത് ശരി തന്നെ. ഹലോ, അഡ്വക്കേറ്റ് പ്രഭാകരൻ നായരല്ലേ? ആ, ഞാൻ രാജശേഖരൻ നായരാ സംസാരിക്കുന്നേ. എപ്പോ വന്നു? ഏതാ ഹോട്ടൽ? ഹോട്ടൽ പാലസിൽ നിന്ന്. റൂം നമ്പർ? റൂം നമ്പർ 21. ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ സംസാരിക്കാം. ശരി, ഞാൻ അങ്ങോട്ട് വരാം.
നേരെ സംസാരിക്കാം. സാറ് ഫോണിൽ പറഞ്ഞ സത്യമാണോ? മിനി കൊല ചെയ്തോ? ഉവ്വ്. സാഹചര്യം ആ കുട്ടിയെ ഒരു കൊലപാതകയാക്കി. ആ സാഹചര്യവും സാറുണ്ടാക്കിയതാണോ? എന്താ മിസ്റ്റർ ആശയൻ അങ്ങനെ പറഞ്ഞത്? എല്ലാം അറിഞ്ഞിരുന്നിട്ടും സാറിന്റെ ജീവിതം തകർത്തു. എന്റെ സ്വന്തം കുടുംബം പോലെ ഒരു കുടുംബം. ആ കുടുംബത്തിൽ കാണാൻ ചന്തമുള്ള ഒരു പെൺകുട്ടി. അവൾക്കൊരു ഭർത്താവ് വേണമായിരുന്നു. അവളെ കല്യാണം കഴിക്കാമെന്ന് നിങ്ങളാണ് എന്നോട് പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് എന്റെ അച്ഛനും മറ്റെല്ലാവരും എതിർത്തിട്ടും ഞാൻ അവളുടെ ഭർത്താവായത്. അതിനുള്ള ശിക്ഷയെ ഞാൻ അനുഭവിച്ചു. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് കലാകാരിയായ അമ്മയ്ക്ക് മകളുടെ സംരക്ഷണയിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും അമ്മയുടെ കലാജീവിതം ആശാസ്യമല്ലാത്ത പല വ്യക്തികളുമായുള്ള സമ്പർക്കത്തിന് പാകത വരാത്ത ഈ കുട്ടിക്ക് സാഹചര്യം നൽകുന്നു എന്നും കാണിച്ച് കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ മിനിക്ക് വേണ്ടിയുള്ള എന്റെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടും. എനിക്ക് മിനിയെ ഒന്ന് കാണണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മിസ്റ്റർ രാജശേഖരൻ മിനിയെ കാണാതിരിക്കുകയാണ് നല്ലത്. അതെന്താ? ഒന്നുമില്ല. മിനി അച്ഛനെ കാണുമ്പോ കൂടുതൽ ദുഃഖിക്കില്ലേ എന്നൊരു സംശയം. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. രതിയുടെ രഹസ്യങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചതുപോലെ ഇതും സത്യമാകണമെന്നില്ല. മറ്റെന്തോ ആണ് നിങ്ങളുടെ ഉദ്ദേശം. മിസ്റ്റർ രാജശേഖരൻ, എന്നെ വിശ്വസിക്കൂ. സംഭവിച്ചത് എന്താണെന്ന് എന്നോട് സത്യം പറയും. എന്നോട് പറഞ്ഞതേ എനിക്കറിയാവൂ. പറയൂ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. എന്റെ മമ്മി വിടൂ. ഞാൻ ഇവളെ കൊല്ലും. പിന്നീട് അവരെനിക്കും പോലീസിനും ഫോൺ ചെയ്തു. വേറെ ആരും സാക്ഷികളായില്ല അല്ലേ? കേശവൻ അടുക്കളയിലായിരുന്നു, ചേച്ചി മുകളില്. തോക്കിൽ രതിയുടെ വിരലടയാളം ഉണ്ടെന്നാണല്ലോ പോലീസ് റിപ്പോർട്ട്. അതെങ്ങനെ? അത് പിന്നെ സംഭവം കണ്ട രതി മകളുടെ കയ്യിലിരുന്ന് തോക്കിൽ കടന്നു പിടിച്ചിരിക്കുമല്ലോ. വാദത്തിനു വേണ്ടി ഞാനൊന്ന് മറിച്ചു ചോദിച്ചോട്ടെ. രതിയുടെ കയ്യിലിരുന്ന തോക്കിൽ മിനി പിടിച്ചതായിക്കൂടെ? രതിക്ക് ഗോപിയെ കൊല ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഗോപിയെ വലിയ ഇഷ്ടവുമായിരുന്നു. എനിക്ക് അല്പം സ്വസ്ഥമായിരുന്നു ആലോചിക്കണം. ഞാൻ പിന്നീട് കോണ്ടാക്ട് ചെയ്യാം. ശരി. മിസ്റ്റർ രാജശേഖരൻ പറയുന്നു വെച്ച് നോക്കുമ്പോൾ ദിസ് സീംസ് ടു ബി എ കേസ് ഓഫ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എല്ലാ യഥാർത്ഥ പ്രേമവും അങ്ങനെ ആയിരിക്കാനേ തരമുള്ളൂ. രതിയുടെ കലാപാഠവും രതിയുടെ പെരുമാറ്റത്തിലുള്ള സിംപ്ലിസിറ്റിയും എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. അതെ അതെ, രതി വളരെ നല്ലൊരു കുട്ടിയാണ്. ഏതായാലും കുറെ കൂടി അടുത്തറിഞ്ഞിട്ട് കല്യാണം കഴിക്കുകയാണ് പ്രേമവിവാഹത്തിന്റെ കാര്യത്തിൽ നല്ലത്. പരിചയപ്പെട്ടെങ്കിലും ഞാൻ തനിച്ചങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോവാം. ഒരു കാര്യം ചെയ്യൂ, നാളെ 5 മണിക്ക് എന്റെ വക്കീൽ ഓഫീസിൽ വരൂ. നമുക്കൊന്നിച്ചു പോവാം. ശരി, നാളെ ഞാൻ വരും. ഓക്കെ, അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. ഇങ്ങനെ പാട്ടും കൂത്തുന്നു പറഞ്ഞ് നടന്നാൽ മതിയോ? രതിക്ക് 23 വയസ്സാവുന്നു മാർച്ചിൽ. ശ്രമിക്കുന്നുണ്ട് ചേച്ചി. ആട്ടക്കാരി എന്ന് കേൾക്കുമ്പോൾ ആരും ഒന്ന് നെറ്റി ചുളിക്കും. ചേച്ചി വിഷമിക്കാതിരിക്കണം. നെറ്റി ചുളിയാത്തവരായി വല്ലവരും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ല, ഈ വീടിനോട് എനിക്കൊരു കടപ്പാടുണ്ട്, മറ്റാരേക്കാളും കൂടുതൽ. ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തോ പറഞ്ഞു പോയതാ. അതത്ര കാര്യാക്കണ്ട. നമ്മൾ എത്ര പുരോഗമിച്ചാലും നർത്തകി ഇന്നും
ചിലർക്ക് കുഴഞ്ഞാട്ടക്കാരി തന്നെ. അതത്ര കണക്കിലെടുക്കണം. വേണം. കാര്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് ആരും കല്യാണം കഴിച്ചെന്ന് വരില്ല. അത് ശരിയല്ല. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് നൃത്തം ഇഷ്ടമല്ലേ? പറയാനുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ തയ്യാറാണോ? അത് ആ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഉദ്ദേശിക്കുന്ന അല്ല എന്റെ മനസ്സിൽ. പിന്നെ ഞാനൊരു ചെറിയ ശമ്പളക്കാരനാണ്. എന്റെ തുച്ഛമായ വരുമാനം കൊണ്ട്. ഓ, അതാണോ? ആകട്ടെ, നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും. രതിക്ക് ഇഷ്ടമാണെങ്കിൽ ആലോചിച്ച് പറയണം. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നാട്യവും ജീവിതവും രണ്ടും രണ്ടാണ്. തറവാടിയായ നിങ്ങൾ എന്നെ പിന്നീട് പഴി പറയരുത്. ഒരിക്കലുമില്ല. രതി അപവാദത്തിന്റെ മുൾവേലിക്കകത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഓർക്കണം. ആളുകൾ പലതും പറയും. ഞാൻ അതൊന്നും വകവെക്കുന്നില്ല. ആ ധൈര്യമുണ്ടെങ്കിൽ വിഷ് ഓൾ ദി ബെസ്റ്റ്. ജാനകി ചേച്ചിയോട് വിവരം പറയുന്ന കാര്യം ഞാൻ ചേച്ചി. ചേച്ചി ഇനി വിഷമിക്കണ്ട. മനസ്സിലായില്ല. രതിക്ക് തറവാട്ടിൽ ചേർന്ന് ഒരുവും വന്നിരിക്കുന്നു. ആരാ? ചെമ്പകത്ത് രാജൻ. ഏ, നേരാണോ? ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? അതല്ല, രതിയെ പറ്റി എല്ലാം വിശദമായി പറഞ്ഞിട്ടില്ലേ? എന്താണ് എന്നെ പറ്റി ഇവിടെ ഒരു ചർച്ച? നിന്റെ വിവാഹം ഒന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ അങ്കിളിനോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന്? മോളെ, ഈ ചെറുപ്പമൊക്കെ എളുപ്പം അങ്ങ് പോകും. പൊയ്ക്കോട്ടെ, എന്നാലും എനിക്ക് വിവാഹം വേണ്ട. രതി, നീ ഈ വിഷയത്തിൽ എതിർത്തൊന്നും പറയരുത്. അങ്കിൾ, ഞാൻ പറയുന്നത് ഇതുവരെയും നിന്റെ ഇഷ്ടത്തിനെതിരായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ മരിക്കുമ്പോ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എനിക്ക് ചില കടപ്പാടുകളുണ്ട്. അങ്കിൾ, ഞാൻ വിവാഹം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ഭാവി വരൻ നിന്റെ പാട്ടിനും കൂട്ടിനും എതിരല്ല. എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു? പറയാൻ പാടില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. മോളെ, ഇക്കാര്യത്തിൽ വാശി പിടിക്കരുത്. നല്ലൊരു ബന്ധമാണ്. ആരാണ്? ചെമ്പകത്ത് രാജൻ. എന്റെ പാതി ഭാരം കുറഞ്ഞു.